നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 2 പേര് കൂടിയുണ്ട്. നമ്മുടെ രാകേഷ് മച്ചാൻ്റെ ചങ്കുബഡീസാണ് ഷാഹുൽദാസും ഗോപകുമാർ ഗോപു. 2 പേരും മറ്റേ ഇവിടുത്തെ പാടങ്ങളുടെയൊക്കെ മുതലാളിമാരാണ്. നെൽപ്പാടങ്ങളുടെ മുതലാളി. ഇപ്പൊ എനിക്ക് വേണ്ടി മറ്റേ നെല്ലുകളൊക്കെ മാറ്റി ഇന്നത്തെ ദിവസം തന്നെ മാറ്റി വെച്ച് 2 പേരും വന്നേക്കുവാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്ന നേരത്ത് എവിടെയാണ്? കുണ്ടല്ലേ, ഗുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പാലക്കാട് നിന്ന് ഏകദേശം ടൗണിൽ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക്. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമുണ്ട്, എന്താണ്, കാടുണ്ട്, മലയുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും നമ്മൾ പോയി നോക്കാം. അങ്ങോട്ട് കടത്തി വിടുവാന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞങ്ങൾ പോകാനുള്ള തീരുമാനത്തിലെത്തിയേക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ അങ്ങോട്ട് പോകാം. അപ്പം നമ്മളിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിയാമ്പതിയുടെ ഒക്കെ അടുത്തായിട്ട് വരും. അതിൻ്റെ താഴ്വാരം അല്ലേ? താഴ്വാരം എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, അതിൻ്റെ താഴ്വാരമാണ് സ്ഥലം. അപ്പം നമ്മുടെ ടെഡ്ഡി മോൾ ഇവിടെ ഉണ്ട്. പിങ്കി മോളേ, എന്താ ചേട്ടാ? ആളിവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ ടെഡ്ഡിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. അവൾ എന്നോട് പിണങ്ങി. അപ്പൊ എന്തായാലും ഞങ്ങൾ 5 പേരും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരുടെ നടക്കുന്നത്. എന്റെ കൊച്ചിനൊന്നും ചെയ്യില്ല കേട്ടാ, കാബാലികന്മാരാണ് പറയുന്നത്. എന്റെ ബേബിനെ ടെഡ്ഡി നിനക്ക് എന്തെങ്കിലും ഉണ്ടെ പറയണേ. അവള് പറയാന്നാണ് പറഞ്ഞേക്കണേ. എനിക്കത്ര വിശ്വാസം പോരാ പറയിരിക്കണവരെ. Like a bird on a tree, I'm just sitting here. I got time, it's clear to see from up here. നമുക്കിവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 6 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ഏത് മലയുടെ താഴ്വാരത്തിലേക്കാണ് പോകണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഒരു മലയുടെ താഴ്വാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ അതെ, നമ്മുടെ പിള്ളേർ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ കിടപ്പുണ്ട്. ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. എൻ്റെ പൊന്നു ഗൈസ്, പൊള്ളി സ്ഥലം എന്ന് പറഞ്ഞാൽ പൊള്ളി സ്ഥലം, അടിപൊളി. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ കുറേ കൊക്കും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ആ ഒരു പാടം പോലെ വന്നിട്ട് ഒരു മലയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിവിടെ വെള്ളം കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ഇവിടെ വഴിയിൽ വെച്ച് കണ്ട ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കുറേ ആൾക്കാർ നെല്ലൊക്കെ ചാക്കിലാക്കി സെറ്റാക്കി. ഈ എന്താണ് ഈ പരിപാടി? പറഞ്ഞതാ ഇങ്ങോട്ട് സംഭവം. നെല്ല് നമ്മൾ ഉണക്കിയിട്ട് ചണ്ട് കളയുന്ന മെഷീനാണ്. അതായത് മറ്റേ നമ്മളെ നെല്ലിലെ വേസ്റ്റ് ഇല്ലേ, അതായത് അത് തള്ളുന്നത്. ചൂട് നമ്മൾ നെല്ല് ഉണക്കുന്നത്, വെയിലത്തിട്ട് ഉണക്കുന്നത് പോലത്തെ ഒരു മെഷീൻ. അത് മെഷീനിലിട്ട് ഉണക്കുന്നത് മാത്രം. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് അതേ ചണ്ട് കളയും. അരി മാത്രം അരി മാത്രമല്ല, നല്ല നെല്ല് മാത്രം എടുക്കും. ബാക്കി അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്തുള്ളൂ. നെല്ല് മാത്രം എടുക്കും. ഒറിജിനൽ നെല്ല്. ബാക്കി വേസ്റ്റൊക്കെ കളയും. നമുക്കതൊന്ന് നോക്കാം. നമ്മളപ്പോൾ അതേ ഇവിടെ പാടം ഉഴുതുമറിക്കണ സീനാണ് കണ്ടോണ്ടിരിക്കണം. ട്രാക്ടറും ഉണ്ട്. ശരിക്കും പറയാൻ നേരത്ത് വേറെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കൊടുക്കും. ഞാൻ പറയാം, ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല.
കണ്ട ഇവിടെ പാടം നല്ലോണം ഉഴുത് മറിച്ചോണ്ടിരിക്കുവാണ്. അപ്പം അപ്പർ സൈഡ് കതിരൊക്കെ ഉള്ള പാടമാണ്. അപ്പം ഈ നമ്മുടെയൊക്കെ ഒരു എന്താ പറയണ്ട സങ്കല്പത്തിലുള്ള കേരളം കാണണമെങ്കിൽ പാലക്കാടേക്ക് വന്നോന്നാണ് പറയണത്. ആണാ? തീർച്ചയായും അത് വെറും പച്ചയായിട്ടുള്ള സത്യം മാത്രം. പച്ചയായിട്ടുള്ള സത്യമാണെന്നാ പറയണ. പക്ഷെ ഇച്ചിരി ചൂടുണ്ടെന്നേ ഉള്ളു. വേറെ പൊള്ളി സ്ഥലം കേട്ടാ. കണ്ട പാടം കണ്ട അധ്വാനിക്കുന്ന ജനവിഭാവം ഇങ്ങേരൊഴിച്ച് കേട്ടാ. ഇയാൾ എറണാകുളത്ത് വന്ന് കിടക്കാണ്. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് എറണാകുളത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നേരെ ആ മലമുകളിലേക്ക് പോകാം. ഇവര് ഡെയിലി വന്ന സ്ഥലമായതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. നമുക്ക് പോവാം. എൻ്റെ പൊന്നു മച്ചാമാരെ, പൊള്ളി സ്ഥലം എന്ന് പറഞ്ഞാൽ പൊള്ളി സ്ഥലം. ഒരു രക്ഷയില്ല. എന്താണെന്നറിയോ, നമ്മുടെ അവിടെ നേരത്ത് പാടം ഉണ്ടാവും, മല ഉണ്ടാകത്തില്ല. ചില സ്ഥലങ്ങളിൽ മല ഉണ്ടാകും, പാടം ഉണ്ടാവില്ല. പക്ഷെ ഇത് അവിടെ മല, ദേ പാടം, ഇവിടെയൊക്കെ പാടം, പാടത്തിന് നടുക്കൂടി ഒരു റോഡ്, കരിമ്പന, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊള്ളി കാറ്റെന്ന് പറഞ്ഞാൽ അജാതി കാറ്റാണ് ഇവിടെ. പാടം അവിടെ കൊയ്യുന്നൊക്കെ ഉണ്ട്. നമ്മുടെ പിള്ളേരുടെ അവിടെ നിൽപ്പുണ്ട്. ഒരു കിട്ടില്ല സ്ഥലം. ഇങ്ങോട്ടൊക്കെ വന്നെ കേട്ടോ, ഒരു രക്ഷയുമില്ല. അപ്പൊ നിങ്ങളിത് നെല്ല് ലോറിയിലേക്ക് ഇട്ടോണ്ടിരിക്കണാണ് കണ്ടോണ്ടിരിക്കണം. കണ്ട നെല്ല് അങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. ഒരു പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്താണ് പണിയെടുക്കണത്. സംഭവം മറ്റേ എനിക്ക് കണ്ടിട്ട് മറ്റേ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന ഒരു ബീരങ്കി കണക്കൊക്കെ തോന്നണത്. സാധനം മറ്റേ എന്താ പറയാ ഒരു ടാങ്ക് പോലെയൊക്കെ തോന്നണ കണ്ടിട്ട്. അതിപ്പോ സാധനം നെല്ലായിട്ട് സാധനം ആ ട്രാക്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഞങ്ങള് പോവുകയാണല്ലേ. നമ്മളിത് മലമുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. മലമുകളല്ലേ? അപ്പൊ അതേ ചെറിയൊരു ഓഫ് റോഡ് എന്ന് വേണേൽ പറയാം. നമ്മളിപ്പോ ഇതാ കാട്ടരുവിയുടെ തുടക്കത്തിലെത്തിയിരിക്കുകയാണ്. മച്ചാൻ അങ്ങോട്ട് വേണ്ടി ഒന്നുകൂടി കയറി കാണിക്കൂ. ഇത്രയുള്ള പാറ എങ്ങനെ കയറാം? കയറിപ്പോയി. എന്താണ്